മനുഷ്യരെ പോലെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ പറ്റിയ ഡ്രോണുകളാണ് ഇപ്പോൾ താരമായി മാറാൻ പോകുന്നത്. നമുക്കറിയാം, FPV ഡ്രോണുകളാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആക്രമണത്തിന്റെ അവസാന പതിപ്പ് എന്ന രീതിയിൽ ലോകം ചർച്ച ചെയ്യുന്നത്. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കാരണം റേഡിയോ തരംഗങ്ങൾ ഇല്ലാതെ തന്നെ നേരെ കേബിൾ വഴി ഈ ഡ്രോണിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് മറ്റുള്ള ശത്രുക്കൾക്ക് ഇതിൽ നിന്നുള്ള റേഡിയേഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. കാരണം ഒപ്റ്റിക്കൽ കേബിൾ വഴിയാണ് ഇതിന്റെ ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഡ്രോൺ അങ്ങനെയല്ല. പുതിയ ഡ്രോൺ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും വാഹനം ശത്രുക്കൾ ആ വഴി കടന്നു വരുമ്പോൾ അത് നേരെ വർക്ക് ചെയ്ത് ആ വാഹനത്തെ ഇടിച്ച് തകർക്കുന്നു എന്നതാണ്. ഇവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഡ്രോൺ ഉണ്ട്. ഈ ഡ്രോൺ ഇവിടെ തൊട്ടടുത്തുള്ള റോഡിലൂടെ വരുന്ന വാഹനം, അതിന്റെ ശബ്ദം കേട്ടാൽ ഉടനെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നു. വാഹനത്തിൽ നേരെ ചെന്ന് ഇടിക്കുന്നു. ഇങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങൾ ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആയുധം വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള മറ്റു സംവിധാനങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മിസൈലുകൾ കടന്നു വന്നപ്പോൾ മിസൈലുകളെ തടുക്കാനുള്ള സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വന്നു. വിമാനങ്ങൾ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിമാനങ്ങളെ തകർക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ വന്നു. ഇങ്ങനെ ഓരോ ദിവസവും ടെക്നോളജികൾ പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ വിപ്ലവം തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ഇറാന്റെ ഷഹദ് 136 പോലുള്ള ഡ്രോണുകൾ AI സംവിധാനിച്ചതാണ്. ഇത് വളരെ കൃത്യമായി ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് സാധിക്കുന്നു. അതിന്റെ അമേരിക്കൻ പതിപ്പാണ് ലൂക്കാസ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഇപ്പോൾ ആളുകളില്ലാത്ത അൺമാനഡ് വാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ലോകം സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ ആവശ്യമില്ലാതെ തന്നെ ശത്രുവിനെ കണ്ടെത്താനും നിർണയിക്കാനും ടാർഗറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്ന AI സംവിധാനങ്ങളുള്ള സ്വയം പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ, അത്തരത്തിലുള്ള ഡ്രോണുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ചർച്ചയാകുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇപ്പോൾ താരമായി മാറിക്കൊണ്ടിരിക്കുന്നത്.